എൻ്റെ അനിയത്തിയും കൂടി ഒരു സിസ്റ്റേഴ്സിന് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പോയത് ലിപ്സ്റ്റിക്ക് വാങ്ങാൻ. അവൾക്ക് ആ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു അത് നിനക്ക് കൊള്ളൂലെന്ന്. അങ്ങനെ ഞാൻ അവളെ പറ്റിക്കൽ ടെസ്റ്റ് പാസ്സായി. പിന്നെ നമ്മൾ മുമ്മൂസോയിൽ പോയി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനും ക്യൂട്ടാണ് എൻ്റെ മോളെന്ന്. അത് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അവളെ പറ്റിച്ചു വിട്ടാ. അങ്ങനെ വീണ്ടും പറ്റിക്കൽ ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ ഇവളെ എന്നെ പറ്റിക്കുന്നു ഓരോന്നൊക്കെ പറഞ്ഞ് ഇത് വാങ്ങുന്നു പറഞ്ഞിട്ട്. കാരണം ഞാൻ ഇത് വാങ്ങിയാൽ അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല നമുക്കറിയാം. അങ്ങനെ അവൾ ആ പുകഴ്ത്തൽ ടെസ്റ്റ് അങ്ങോട്ട് പാസ്സായി. എന്നെ പുകഴ്ത്തി അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ അവൾക്കും ഒരു 2 ഡ്രസ്സ് എടുത്ത് കൊടുത്തു. ഗൈസ് കണ്ട പാവം കൊച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൾക്ക് എന്തോ എന്നോടൊരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഇവളിങ്ങനെയൊക്കെ ഒരു സാധനം എടുത്ത് കാണിക്കണു. അപ്പോൾ ആ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് 100 രൂപയ്ക്ക് 2 ഐസ്ക്രീം നമ്മളങ്ങ് വാങ്ങിച്ച് നമ്മൾ അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു വിടാം. പിന്നെ അവൾ പറഞ്ഞു ദേ ഇങ്ങനെ നടന്ന പറ്റില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം അല്ലെങ്കിൽ ഞാൻ കുന്നാളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേടിച്ചിട്ടൊന്നുമല്ല. എന്നാലും ഞാൻ പിന്നെ 500 രൂപയ്ക്ക് ഒരു 4 ടീഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാ സ്നേഹം കൊണ്ട്. പിന്നെ അവൾ പറഞ്ഞു ദേ ഇതിൽ കയറണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെ നീ ഇതിലൊക്കെ കയറി എന്തെങ്കിലും പറ്റുമോ ചേച്ചിക്ക് ആരുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കെയറിങ് ടെസ്റ്റ് പാസ്സായിട്ടാണ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ ഫുഡ് ബൈയിങ് ടെസ്റ്റിനാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അവൾക്ക് ഇഷ്ടമില്ലാത്ത അമേരിക്കൻ ചോപ്സ് തന്നെ വാങ്ങിച്ചു. പിന്നെ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു കേട്ടോ. അത് രണ്ടും ഞാൻ തന്നെ കഴിച്ചു, അവൾ കഴിക്കാത്തതാണ്. അങ്ങനെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞു. ബൈ.